അസ്സലാമു എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് മിൻസഡ് മീറ്റ് ഉപയോഗിച്ചുകൊണ്ടൊരു മീറ്റ് ബോൾ റെസിപ്പിയാണ്. ഒരു 10-20 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കി കഴിക്കാവുന്ന ഇത് ഏതൊരു ബാച്ചിലേഴ്സിനും പരീക്ഷിക്കാവുന്നതാണ്. എല്ലാ ദിവസവും രാത്രി സലാഡൊക്കെ കഴിച്ച് മടുത്തവർക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് തയ്യാറാക്കിയെടുക്കാം. പിന്നെ റെഡിമെയ്ഡായിട്ട് മാരിനേറ്റ് ചെയ്ത മിൻസഡ് ബോൾ വാങ്ങാൻ കിട്ടും കേട്ടോ. പക്ഷേ അതിനകത്ത് സോയ പ്രോട്ടീൻ, വെജിറ്റബിൾ ഓയിൽ, ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ എളുപ്പമായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. മീറ്റ് ബോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 250 ഗ്രാം ഇറച്ചി മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നാട്ടിലുള്ളവർക്ക് മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് പാനസോണിക്കിൻ്റെ മിക്സിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മില്ലർ ജാറിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി ചതച്ചെടുത്തത്, സവാള നന്നായി പൊടിയാക്കി അരിഞ്ഞതാണ്, ഇതൊരു 2 ടേബിൾ സ്പൂൺ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി കൂടി ചേർക്കണം കേട്ടോ. ഞാനിതിവിടെ വീഡിയോ ചെയ്യുമ്പോൾ മിസ്സായി പോയതാണ്. അപ്പോൾ ആ കുരുമുളക് പൊടിയിൽ നിന്നുള്ള എരിവാണ് നമുക്കിതിലുള്ളത്. നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിനെ കയ്യിൽ വെച്ചിട്ട് ബോൾസ് ആക്കി എടുക്കാം. ഇപ്പം ഞാൻ എല്ലാതും ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒരു ലഡുവിൻ്റെ അത്രയും തന്നെ വലിപ്പം തോന്നൂല, ആ ഒരു പരുവത്തിലാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനുള്ള വെളിച്ചെണ്ണ മതി. ഇവിടെ പാൻ വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഈ മീറ്റ് ബോൾസ് ഓരോന്ന് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പാൻ പതുക്കെ ഒന്നിങ്ങനെ ഷേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ എല്ലാ വശവും ഇങ്ങനെ മറിച്ചിട്ടുകൊണ്ട് ഫ്രൈ ആക്കിയെടുക്കാം. പറ്റുമെങ്കിൽ ഫ്രൈ പാൻ കൊണ്ട് തന്നെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഓരോ വശം ഫ്രൈ ആയി വരുമ്പം അടുത്ത ഫ്രൈ ആകാനുള്ള ഭാഗം ഇങ്ങനെ ചരിച്ച് മറിച്ച് വെച്ച് കൊടുക്കണം. അങ്ങനെ ഈ ഒരു ബോൾസ് ഫുള്ളായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. എളുപ്പമാണ്. ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് ഫ്രൈ ആയി കിട്ടും. ഇങ്ങനെയൊക്കെ ഫ്രൈ ചെയ്താൽ ഇറച്ചി ശരിക്കും വെന്ത് കിട്ടുമെന്ന് നിങ്ങൾ സംശയിച്ചിരിക്കാം. പക്ഷേ ഒരു സംശയവും വേണ്ട, നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബോൾസ് എല്ലാം റെഡിയായി. മീറ്റ് ബോളിലേക്ക് വേണ്ടിയിട്ടൊരു സോസ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു 3 സ്പൂൺ യോഗട്ട് എടുക്കാം.
പിന്നെ അതിലേക്ക് വേണ്ട ഉപ്പ്. പിന്നെ നമ്മൾ നേരത്തെ എടുത്തതിൽ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ബാക്കി, വെളുത്തുള്ളി ചതച്ചത് ബാക്കിയുണ്ട്, അതെടുക്കാം. ഇവിടെയും എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പച്ചമുളക് നന്നായിട്ട് വളരെ ചെറിയതായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ച മീറ്റ് ബോൾസ് ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ഒരല്പം ഒരു ഭംഗിക്ക് വേണ്ടി സവാള കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ഞാൻ ഒരു അറേബ്യൻ രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇത് മിക്സ് ചെയ്യാനും പൊരിച്ചെടുക്കാനും എല്ലാം കൂടി ഒരു 15 മിനിറ്റ് ആവുള്ളൂ. ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. നല്ല കബാബിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു. ഇത് കഴിച്ച സമയത്ത് എരിവിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പച്ചമുളകാണ് കൂടെ കഴിച്ചത്. സാധാരണ ബ്രോസ്റ്റൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് പച്ചമുളക് കടിച്ച് കഴിക്കില്ലേ, അതേപോലെ തന്നെ ഞാനിവിടെ എടുത്ത 3 സ്പൂണ് യോഗർട്ട് ഈ മീറ്റ് ബോൾ കഴിക്കാൻ പാകമായിരുന്നു. അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ലേ? ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യണം. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.